എല്ലാവർക്കും നമസ്കാരം. ഇന്ന് LCMനെയും HCFനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 6 and 8 ലീവ്സ് എ റിമൈൻഡർ 3? 5, 6, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 5, 6, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം അവിടെ LCM ആണോ HCF ആണോ എടുക്കേണ്ടതെന്നാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പൊ 5, 6 and 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ ഒരു നമ്പർ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ അത് LCM ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. LCMന്റെ കൂടെ 3 റിമൈൻഡർ വരണമെങ്കിൽ LCM + 3 ആയിരിക്കും നമ്മുടെ ആൻസർ. LCM ഈ നമ്പേഴ്സിന്റെ LCM + 3 ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി LCM കാണാൻ നോക്കാം. 5, 6 and 8. 5, 6 and 8ന്റെ LCM കാണാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ വലിയ നമ്പർ എപ്പോഴും കൺസിഡർ ചെയ്യുക. വലിയ നമ്പർ കൺസിഡർ ചെയ്തിട്ട് ബാക്കി 2 നമ്പേഴ്സും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ 5ഉം 6ഉം 8നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 1, 2, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയായിരുന്നു. പക്ഷെ ഇവിടെ 5 വന്നിരിക്കുന്നതുകൊണ്ട് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം. 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 40 എന്ന് പറയുന്നത് 6 ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അടുത്ത 5ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 80 കിട്ടും. 80 കിട്ടിയാലും 6 അവിടെ അതിൻ്റെ ഒരു ഡിവൈസർ ആകുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 8 × 15 ചെയ്ത് നോക്കുക. 120 കിട്ടും. 120 കിട്ടുമ്പോൾ 5ഉം ഡിവൈഡ് ചെയ്യും, 6ഉം ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് 120 ആണ് നമ്മുടെ LCM വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 120 + 3 = 123 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. The HCF of 2 numbers is 5 and their LCM is 150. If one of the number is 25, then find the other number. ഇവിടെ പറഞ്ഞിരിക്കുന്നത് HCF LCMഉം 2 നമ്പേഴ്സിന്റെ തന്നിട്ടുണ്ട്. അതായത് HCF 5ഉം LCM 150 തന്നിട്ടുണ്ട്. ഒരു നമ്പറും തന്നിട്ടുണ്ട്. മറ്റേ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ, നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് = LCM × HCF. അത് വെച്ചിട്ട് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 25 ആണ്, മറ്റേ നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് 25x എന്ന് ഇട്ടു, = LCM × HCF. Therefore x = 5 × 150 divided by 25 വന്നു. ആൻസർ 5 × 6 = 30 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the largest possible numbers of students among which 180 pens and 240 books can be distributed equally. ഇവിടെ 180 പെൻസും 240 ബുക്സും ഉണ്ട്. അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ HCF ആണോ LCM ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 180യും 240യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 180യും 240യേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. ചെറിയ നമ്പർ വരിക എന്ന് പറഞ്ഞാൽ HCF ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആൻസർ കാണാൻ ഇതിൻ്റെ HCF ഓഫ് 180, 240 കണ്ടുപിടിച്ചാൽ മതി. 180യുടെയും 240യുടെയും HCF കാണാനുള്ള ഷോർട്ട് മെത്തേഡ് പഠിച്ചിരുന്നു. നമ്മൾ വലിയ നമ്പർ എടുക്കുക, ചെറിയ നമ്പറിൻ്റെ 180 × 1 + 60. അടുത്തത് 180 = 60 × 3 + 0. അപ്പോൾ 60 ആണ് HCF. HCF = 60 ആയിരിക്കും നമ്മുടെ ആൻസർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HCF കാണുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. അത് കാണാത്തവർ അതെടുത്ത് കാണുക, അതിനുശേഷം ഈ പ്രോബ്ലം ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the product of 2 whole numbers is 1500 and their HCF is 10. Find the LCM. Product of 2 whole numbers തന്നിട്ടുണ്ട്. അപ്പോൾ product = LCM × HCF നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LCM ആണ്.
അപ്പോൾ LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF equal to product 1500 divided by HCF 10. Therefore answer is 150. Answer 150 ആയിരിക്കും. Next problem, find the HCF of 132, 204 and 228. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് HCF കാണുക എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ HCF ഓഫ് 132, 204, 228. നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ HCF കാണാൻ. കൺസിഡർ ചെയ്യുക. 130, 204, 228 HCF കാണാനായിട്ട് വലിയ നമ്പർ എടുക്കുക, 228 എടുക്കുക. തൊട്ടടുത്ത നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ നോക്കുക. ഇപ്പോൾ 24 വരും. അടുത്ത സ്റ്റെപ്പിൽ 204 ഈക്വൽ ടു ഈ 24 ഇൻറ്റു 2 പ്ലസ് 12 എന്ന് എഴുതാം. ഇനി 24 എടുക്കുക. 24 ഈക്വൽ ടു 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. 0 റിമൈൻഡർ വരുന്നിടം വരെ എഴുതുക. അപ്പോൾ ആൻസർ HCF ഈക്വൽ ടു 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 numbers are 2a, 5a, 7a, what will be their LCM? ഈ 3 നമ്പേഴ്സിന്റെ LCM കാണുക. 2a, 5a, 7a LCM കാണാൻ a എന്ന് പറയുന്നത് കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് a അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 257ന്റെ LCM. 257ന്റെ LCM കാണാനായിട്ട് 257 ഒന്നും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 70 വരും. ആൻസർ 70A ആയിരിക്കും. LCM. Next problem, question number 7. Which of the following pairs of numbers have HCF 1? 8, 12, 9, 16, 6, 9, 12, 16. താഴെ തന്നിരിക്കുന്നതിൽ HCF 1 വരുന്ന ജോഡി ഏത്? നമ്മൾ നോക്കാം. ഫസ്റ്റ് 8, 12. 8, 12 നമുക്കറിയാം 2 കോമൺ ഫാക്ടർ ഉണ്ട്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. 9, 16 കോമൺ ഫാക്ടർ 1 ആണ്. അപ്പോൾ കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ 1 ആയിരിക്കും HCF. അപ്പോൾ 9, 16 ആയിരിക്കും നമ്മുടെ ആൻസർ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 9, 16 ആയിരിക്കും കോമൺ ഫാക്ടർ 1 വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ HCF 1 ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം ആണ്, AB എന്നീ സംഖ്യകളുടെ LCM AB ആയാൽ HCF എത്ര? അതായത് 2 നമ്പേഴ്സ് AB, ഇതിന്റെ LCM AB, അതായത് പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. AB A into B ആണ് എടുത്തിരിക്കുന്നത്. A into B LCM എടുക്കുന്നത് നമ്മൾ എപ്പോഴാണ്? അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രം വരുമ്പോഴാണ് നമ്മൾ LCM എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ A into B LCM ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഫാക്ടർ 1 ആയിരിക്കും. കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ HCF 1 ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം, 2 സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ HCF 7 ആയാൽ LCM ആകാവുന്ന സംഖ്യ തന്നിരിക്കുന്നതിനകത്ത് LCM ആകാവുന്ന ഏതാണ്? അപ്പൊ 2 സംഖ്യകൾ 2:3 എന്ന റേഷ്യോയിലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സംഖ്യ 2:3 എന്നാണെങ്കിൽ നമുക്ക് ആ സംഖ്യകളെ 2x 3x എന്ന് വിളിക്കാം. കാരണം 2x 3x 2 നമ്പേഴ്സ് എടുത്താൽ റേഷ്യോ 2:3 ആണ്. അപ്പൊ 2x 3x എടുത്താൽ ഇതിനകത്തെ കോമൺ ഫാക്ടർ ഏതാണ്? കോമൺ ഫാക്ടർ x ആയിരിക്കും. കോമൺ ഫാക്ടർ ആയിട്ട് ഏറ്റവും ചെറിയതായിട്ട് വരുന്ന കോമൺ ഫാക്ടർ ആണ് നമ്മുടെ HCF. നമ്മളിപ്പോൾ നമ്മുടെ HCF എന്ന് പറയുന്നത് x ആണ്. HCF എന്ന് പറയുന്നത് x ആയിരിക്കും. എന്ന് പറഞ്ഞാൽ x എത്രയാണ്? അതായത് HCF എന്ന് പറയുന്നത് 7 ആയിരിക്കും. HCF 7 ആയാൽ നമ്മുടെ നമ്പേഴ്സ് ഏതായിരിക്കും? 2 into 7, 3 into 7 ആയിരിക്കും. അതായത് 14ഉം 21ഉം ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ ഈ 2 നമ്പേഴ്സിന്റെ LCM ആകാവുന്നത് ഇതിനകത്ത് ഏതാണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ LCM കാണാൻ എപ്പോഴും നമ്മൾ വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 21 കൺസിഡർ ചെയ്യുക. 21 14ന്റെ ഫാക്ടർ ആണോ നോക്കുക. 21 14ന്റെ ഫാക്ടർ അല്ല. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 42 കിട്ടും. 42 കിട്ടിയാൽ 14 അതിൻ്റെ ഒരു ഫാക്ടർ ആണോ ചെക്ക് ചെയ്യുക. 14 ഫാക്ടർ ആണ്. 14 into 3 ചെയ്താൽ 42 കിട്ടും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 42 ആയിരിക്കും ആകാവുന്നത്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, 36, 54, 126 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. ഞാൻ ചോദിച്ചാൽ LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടത്? 36, 54, 126 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാവുന്ന. ഈ സംഖ്യകളെ ഹരിക്കാവുന്നതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഈ സംഖ്യകളെ ഹരിക്കാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിൽ ചെറുതായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിനെ എല്ലാം ഹരിക്കാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ എല്ലാം ചെറിയ നമ്പർ ആയിരിക്കും വരുന്നത്. അത് നമ്മുടെ HCF ആയിരിക്കും. HCF ആണോ LCM ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാതെ HCF ആയിരിക്കും കണ്ടത്. അപ്പോൾ HCF, ഇതിന്റെ HCF കണ്ടുപിടിക്കാം. 36, 54, 126. HCF കാണാൻ എപ്പോഴും 126 എടുക്കുക. 126നെ തൊട്ടടുത്ത നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാവോ നോക്കുക. 54 ഇൻറ്റു 2 പ്ലസ് 18 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ 54 ഇങ്ങനെ വരും. 54 ഈക്വൽ ടു 18ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ നോക്കണം. 18 ഇൻറ്റു 3 പ്ലസ് 0 എന്ന് വരും. അപ്പോൾ 18 ആയിരിക്കും നമ്മുടെ HCF. നമ്മുടെ ആൻസർ 18 ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. രണ്ട് സംഖ്യകൾ 1:3 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ LCM 45. എന്നാൽ അവയിൽ ഒരു സംഖ്യ ഏതായിരിക്കും? അപ്പോൾ നമ്മൾ റേഷ്യോയിൽ പറഞ്ഞാൽ 1:3 എന്ന റേഷ്യോയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്പേഴ്സ് 1x 3x ആയിരിക്കും. അതായത് x 3x. x 3x വന്നാൽ ഇതിന്റെ LCM എന്തായിരിക്കും? LCM എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 3x കൺസിഡർ ചെയ്യുക. 3x കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടർ ആയിരിക്കുമല്ലോ x. അതുകൊണ്ട് LCM 3x തന്നെ ആയിരിക്കും. LCM 3x. LCM നമുക്ക് തന്നിട്ടുണ്ട് 45. അപ്പോൾ x എന്തായിരിക്കും? 15 ആയിരിക്കും. x ആണ് നമ്മുടെ ഒരു നമ്പർ. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ കാണാനാണ് പറഞ്ഞേക്കുന്നത് 15. മറ്റേ നമ്പർ കാണണമെങ്കിൽ 15 × 3 45 ആയിരിക്കും മറ്റേ നമ്പർ. നെക്സ്റ്റ് പ്രോബ്ലം. 200നും 600നും ഇടയ്ക്ക് 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? അതായത് 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാവുന്ന 200നും 600നും ഇടയ്ക്കുള്ള നമ്പറുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. 4, 5, 6 എന്ന നമ്പേഴ്സിനെ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നമ്പേഴ്സിന്റെ LCM എന്നാണ് അർത്ഥം. നമുക്ക് ആദ്യം LCM ഓഫ് 4, 5, 6 കണ്ടു. 4, 5, 6ന്റെ LCM കാണണം. LCM കാണണമെങ്കിൽ 6 × 5 ചെയ്ത് നോക്കുക. 6 × 5 30. 30 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 6 × 10 ചെയ്യുക. 60 ആയിരിക്കും നമ്മുടെ LCM. 60 LCM ആണ് നമ്മൾക്ക് LCM കിട്ടുന്നത്. 60 എന്ന് കിട്ടി. ഇനി LCM 60 ആണ്. പക്ഷെ 60 എന്ന് പറഞ്ഞാൽ 200നും 600നും ഇടയ്ക്കല്ല. അപ്പൊ 200നും 600നും ഇടയ്ക്കുള്ള 60ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 200നും 600നും ഇടയ്ക്കുള്ള 60ന്റെ മൾട്ടിപ്പിൾസ് വരാവുന്നത് 240 വരാം, 300 വരാം, 360 വരാം, 420 വരാം, 480 വരാം, 540 വരാം. ഇത്രയും നമ്പേഴ്സ് ആണ് 60യുടെ മൾട്ടിപ്പിൾസ് ആയി വരുന്നത്. 60യുടെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന നമ്പേഴ്സിനെ എല്ലാം 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ 6 ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് വരുന്നത് 6 ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. 4 മണികൾ 6, 8, 12, 18 മിനിറ്റ്സിൽ മുഴക്കുന്നു. 6 മണിക്ക് പ്രവർത്തനം തുടങ്ങിയ മണികൾ ഏത് സമയത്ത് ഒരുമിച്ച് മുഴങ്ങും? 4 മണികളാണുള്ളത്. അത് 6 മിനിറ്റ്, 8 മിനിറ്റ്, 12 മിനിറ്റ്, 18 മിനിറ്റ് കൂടുമ്പോഴാണ് മുഴക്കുന്നത്. 6 മണിക്കാണ് മണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 മണികളും കൂടെ ഒന്നിച്ച് എപ്പോഴായിരിക്കും മുഴങ്ങുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്നിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കാണേണ്ടത് അറിയാം. LCM ഓഫ് 6, 8, 12, 18 ആയിരിക്കും. ഇതിന്റെ LCM എന്ന് പറയുന്നത് വലിയ നമ്പർ കൺസിഡർ ചെയ്താൽ 18 ആണ് എടുക്കുക. 18 എടുത്താൽ അതിന്റെ ഫാക്ടേഴ്സ് ആണോ 12 അല്ല. അതുകൊണ്ട് അടുത്ത നമ്പർ 18 × 3 18 × 2 നോക്കുക. 18 × 2 36. 36 എടുത്താലും 8 അതിൻ്റെ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് 18 × 3 എടുക്കുക. 18 × 3 എടുക്കുമ്പോൾ 54 വരും. 54-നകത്ത് ഫാക്ടർ അല്ല. അതുകൊണ്ട് അടുത്തത് 18 × 4 എടുക്കുക. 18 × 4 72 വന്നു. 72 അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് എല്ലാം. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് LCM 72 കിട്ടി. LCM 72 കിട്ടി. 72 എന്ന് പറയുന്നത് 1 hour 12 മിനിറ്റ് ആണ്. 1 hour 12 മിനിറ്റ് ആണ് ഈ 72 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മണികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 6 ആണ്. 6 മണിക്ക് തുടങ്ങിയാൽ 6 + 1 hour 12 മിനിറ്റ് ആണ് നമ്മൾ ഒന്നിച്ച് അടിക്കുന്നത്. അതായത് 7 മണി 12 മിനിറ്റ് ആകുമ്പോൾ 7:12 ആകുമ്പോഴേക്കും ഇത് ഈ മണികളെല്ലാം ഒരുമിച്ച് മുഴങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
24 മീറ്റർ, 28 മീറ്റർ, 36 മീറ്റർ എന്നീ നീളമുള്ള 3 തടികളാണ്. അവ തുല്യ നീളമുള്ള തടികളായിട്ട് മുറിക്കണം. അതിന് സാധ്യമായ ഏറ്റവും കൂടിയ നീളം എത്ര? ഏത് നീളത്തിൽ മുറിച്ചാൽ 3 എണ്ണത്തിനെയും തുല്യമായിട്ട് മുറിക്കാം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ LCM ആണോ HCF ആണോ? ഈ 3 തടികളെ തുല്യ നീളമുള്ള തടികളായി മുറിക്കുക. അപ്പോൾ നീളം കുറഞ്ഞാണ് വരുന്നത്. നീളം കുറഞ്ഞു വരുമ്പോൾ അത് എപ്പോഴും HCF ആയിരിക്കും. നമുക്ക് കാണേണ്ടത് ഈ നമ്പേഴ്സിന്റെ HCF കണ്ടാൽ മതി. HCF എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നമ്പറാണ്. അപ്പോൾ ഇതിന്റെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. ഇവിടെ ഹയസ്റ്റ് ഇത് നമ്മൾ നോക്കേണ്ടത് 24, 28, 36. ബിഗസ്റ്റ് നമ്പർ എടുക്കുക 36. രണ്ടാമത്തെ നമ്പർ ടേംസ് എഴുതാവോ നോക്കുക. +8. 28 ഈക്വൽ ടു അടുത്ത 8ന്റെ ടേംസിൽ 8 × 3 + 4. ഇനി 8നെ 4ന്റെ ടേംസിൽ 4 × 2 + 0 വന്നു. 0 റിമൈൻഡർ വന്നു. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ. HCF അതാണ് നമ്മുടെ ആൻസർ 4. 4 മീറ്റർ 4 മീറ്റർ വെച്ചിട്ട് ഇതിനെ തുല്യ നീളമുള്ള തടികളായിട്ട് മുറിക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം. 5 കുറച്ചാൽ 6, 9, 10, 18 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. 6, 9, 10, 18 എന്നിവ കൊണ്ട് ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ നമ്പേഴ്സ് കൊണ്ട് ഹരിക്കാവുന്ന നമ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ നമ്പറിലെ ഏറ്റവും വലുതോ അല്ലെങ്കിൽ ഈ നമ്പറിനേക്കാളും വലുതോ ആവുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. LCM ഓഫ് 6, 9, 10, 18 ഇതിന്റെ LCM കണ്ടുപിടിക്കുക. 18 എടുക്കുക. 18ന്റെ മൾട്ടിപ്പിൾസ് ആണോ നോക്കുക. എല്ലാം 18ന്റെ മൾട്ടിപ്പിൾസ് അല്ല 10. അതുകൊണ്ട് 10 വരുന്നത് കൊണ്ട് നമുക്കറിയാം 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇത് വരാൻ പാടുള്ളൂ. അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരാവുന്ന നമ്പർ 18 × 5 ചെയ്ത് നോക്കുക. 18 × 5 ചെയ്യുമ്പോൾ 90 വരും. 90 ഈസ് ദ LCM. 90 എല്ലാ നമ്പേഴ്സ് കൊണ്ടും 6 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 90 ആയിരിക്കും നമ്മുടെ LCM. LCM 90 എന്ന് കിട്ടി. ഇനി നമ്മുടെ ആൻസർ എന്താണ്? ഈ നമ്പർ 5 കുറച്ചാൽ ഇതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം 999 ആണ്. ഇതാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഈ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. അത് 90യുടെ ഒരു മൾട്ടിപ്പിൾ അല്ല. 90യുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 90യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 90യുടെ മൾട്ടിപ്പിൾ ആയി വരുന്ന 3 അക്ക സംഖ്യ, വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 990 ആണ്. 990 എന്ന് കിട്ടി. പക്ഷെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. 5 കുറച്ചാലാണ് ഇതിനെ ഹരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടി 995 എന്ന് കിട്ടും. 995 എന്ന് പറഞ്ഞ നമ്പറിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 റിമൈൻഡർ വരും. അതുപോലെ ഈ തന്നിരിക്കുന്ന 6, 9, 10, 18 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 5 കുറച്ചാൽ മാത്രമേ 5 കുറച്ചാൽ 990 കിട്ടും. അതിനെ എല്ലാ നമ്പറുകൾസ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. വാട്ട് വിൽ ബി ദ LCM ഓഫ് 2 cube into 3 cube into 5 square, 2 square into 3 raised to 4 into 5 into 7, 2 into 3 raised to 5 into 7 raised to 9. റെയിൽവേയുടെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ LCM വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോരോ ടേംസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓരോ ടേംസും കൺസിഡർ ചെയ്താൽ മതി. ആദ്യം 2ന്റെ ടേംസ് കൺസിഡർ ചെയ്യുക. ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഈ 2സിന്റെ എല്ലാം വലിയ നമ്പർ എടുക്കുക. ഏതാണ്? 2 ക്യൂബ്. വലിയ പവർ എടുക്കുക. LCM ആകുമ്പോൾ വലിയ പവർ എടുക്കുക. HCF ആവുന്നതിൽ ചെറിയ പവർ എടുക്കുക. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു ഇനി 3യുടെ നോക്കാം. 3 ക്യൂബ് 3 raised to 4, അവിടെ 3 raised to 5. അപ്പോൾ നമുക്ക് എടുക്കുന്നത് 3 raised to 5. അടുത്ത 5 എടുക്കുക. 5ന്റെ സ്ക്വയർ 5, അവിടെ 5 ഇല്ല. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു
ഇനി എന്താ ഉള്ളത്? ഇനിയുള്ളത് 7 ഉണ്ട്. ഇവിടെ 7 ഇല്ല, പക്ഷെ 7 raised to 9 ഇതായിരിക്കും ഇതിന്റെ LCM. ഒരു ടേംസും ഇല്ലെങ്കിലും LCM കാണുമ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. HCF ആണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാം. അപ്പോൾ LCM കാണുമ്പോൾ ഓരോ ടേംസിന്റെയും ഹയസ്റ്റ് പവർ വരുന്ന ടേംസ് എടുക്കുക, അതായിരിക്കും അതിന്റെ LCM. നെക്സ്റ്റ് പ്രോബ്ലം, LCM ഓഫ് x² പ്ലസ് xy പ്ലസ് y² ആൻഡ് x³ മൈനസ് y³. രണ്ട് ടേംസ് ആണ് ഇരിക്കുന്നത്. അതായത് x² പ്ലസ് xy പ്ലസ് y² ഒരു ടേമും x³ മൈനസ് y³ വേറൊരു ടേമും. രണ്ട് പോളിനോമിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോളിനോമിയൽസിൻ്റെയും കൂടെ LCM, പോളിനോമിയൽസിന്റെ LCM എങ്ങനെ കാണുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു. ഇനി ഇവിടെ രണ്ട് പോളിനോമിയൽസ്, ഈ രണ്ട് പോളിനോമിയൽസ് കൺസിഡർ, അതായത് ഒരു പോളിനോമിയൽ x² പ്ലസ് xy പ്ലസ് y² ആണ്. രണ്ടാമത്തെ പോളിനോമിയൽ x³ മൈനസ് y³. x³ മൈനസ് y³ നമുക്ക് x മൈനസ് y ഇൻറ്റു x² പ്ലസ് xy പ്ലസ് y² എന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. x³ a³ മൈനസ് b³ a മൈനസ് b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ x³ മൈനസ് y³ എന്ന് പറയുന്നത് x മൈനസ് y ഇൻറ്റു x² പ്ലസ് xy പ്ലസ് y² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടേം ഇതാണ്, ഈ ടേം ഇതാണ്. ഇതിന്റെ രണ്ടിനെയും കൂടെ LCM നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് ടേംസിന്റെ LCM കാണുമ്പോൾ നമുക്കറിയാം, LCM എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ടേം കൺസിഡർ ചെയ്യാം. ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? x മൈനസ് y ഇൻറ്റു x² പ്ലസ് xy പ്ലസ് y² ആണ്. ഇനി ഇതിന്റെ ഫാക്ടർ ആണോ മറ്റേത് നോക്കുക. അപ്പോൾ ഇത് ഇതിന്റെ ഫാക്ടർ ആണ്. അപ്പോൾ നമ്മുടെ LCM ഇതാണ്. ഇത് തന്നെയാണ് എന്ത്? x³ മൈനസ് y³. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? ആൻസർ x³ മൈനസ് y³ ആയിരിക്കും നമ്മുടെ LCM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24. ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 2. ദെൻ ദ നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് XY എന്ന് എടുക്കാം. ഇതാണ് XY, രണ്ട് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ നമുക്കറിയാം ഫോർമുല അറിയാം, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് XY എന്ന് പറഞ്ഞിരുന്നത് തന്നിവിടെ 24. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസ് x മൈനസ് y തന്നിട്ടുണ്ട് 2. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24ഉം കിട്ടണം, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് വളരെ ഈസിയാണ്. നമുക്കറിയാം 6ഉം 4ഉം ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ വേണമെങ്കിൽ 24 വെറുതെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലും മതി. 6 ആയി, 6 ഇൻറ്റു 4 24. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് 24ഉം ഡിഫറൻസ് 2ഉം കിട്ടുന്ന നമ്പേഴ്സ് ഈ ഫാക്ടേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാം. 6 ഇൻറ്റു 4 2 ഇൻറ്റു 12 ചെയ്താലും 24 കിട്ടും, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് 2 വരുന്നില്ല. അതുകൊണ്ട് 6 ഇൻറ്റു 4 ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 24 വരും. 6 മൈനസ് 4 2 ആണ്. അതുകൊണ്ട് നമ്മുടെ നമ്പേഴ്സ് 6 and 4. നെക്സ്റ്റ് പ്രോബ്ലം, 0.002, 0.4, 0.008 എന്നിവയുടെ LCM എത്ര? ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഇതിനെ നമുക്ക് 2/1000 എന്ന് എഴുതാം. 3 ഡെസിമൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ 4/10, ഇതിനെ 8/1000 എന്ന് എഴുതാം. ഇപ്പോൾ ഫ്രാക്ഷൻസ് ആയി. ഫ്രാക്ഷൻസിന്റെ LCM കാണാൻ, LCM ഓഫ് ഫ്രാക്ഷൻസ്, ഈ ഫ്രാക്ഷൻസിന്റെ LCM കാണാൻ നമ്മൾ പറഞ്ഞിരുന്നു LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ LCM ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ LCM ഓഫ് 248 ഡിവൈഡഡ് ബൈ HCF ഓഫ് 1000 10,000. ഇനി LCM ഓഫ് 248ന്റെ LCM എന്ന് പറയുന്നത് 8 ആണ്. ഡിവൈഡഡ് ബൈ HCF ഓഫ് 1010ന്റെ HCF 10 ആണ്. അപ്പോൾ ആൻസർ 0.8. തിരിച്ച് ഡെസിമലോട്ട് വേണം നമ്മുടെ ആൻസർ. അതുകൊണ്ട് തിരിച്ച് ഡെസിമലോട്ട് ആക്കുക. 0.8 ആയിരിക്കും നമ്മുടെ LCM. നെക്സ്റ്റ് പ്രോബ്ലം, HCF ഓഫ് 1.08, 0.36, 0.9. ഇതിന്റെ ആൻസർ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനെ ഫ്രാക്ഷൻസ് ആക്കുക. 108/100, 36/100. ഇതിനെയും കൂടെ നമുക്ക് 90/100 നൽകി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്ക് കുറച്ച് ഈസിയായി HCF കാണാൻ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻസിന്റെ HCF ആണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ എന്നാണ്. അപ്പോൾ HCF ഓഫ് 108, 36, 90 ഡിവൈഡഡ് ബൈ HCF ഓഫ് 100. HCF എന്ന് പറയുന്നത്
നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം HCF എന്ന് പറയുന്നത് 100 ആയിരിക്കും. സോറി LCM 100 ആയിരിക്കും. അപ്പോൾ 108, 36, 90യുടെ HCF കാണണമെങ്കിൽ എപ്പോഴും വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 108 ഈക്വൽ ടു തൊട്ടടുത്തുള്ള നമ്പറിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാവോ എന്ന് നോക്കുക. 90 ഒരു പ്രാവശ്യമേ ഉള്ളൂ. 90 + 1 × 1 + 80 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ 90 കൊണ്ടുവരിക. 90 ഈക്വൽ ടു 80യുടെ ടേംസ് എഴുതുക. 18 × 5 18 × 5 + 0 വന്നു. അപ്പോൾ 18 നമ്മുടെ HCF. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്ത് കിട്ടി? HCF ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 0.18 ആയിരിക്കും നമ്മുടെ ആൻസർ. 0.18.